ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സേമിയയും മുട്ടയും കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എരിയൻ പലഹാരമാണ് കേട്ടോ. നമ്മളെപ്പോഴും സേമിയ വെച്ചിട്ട് മധുരമുള്ള സ്നാക്സ് ആണല്ലോ ഉണ്ടാക്കുന്നത്. എന്നാൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്നാക്കിലേക്ക് ആദ്യം നമ്മൾ ഇതിലേക്കുള്ള സേമിയ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 2-3 കപ്പ് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് 1 കപ്പ് സേമിയ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. സേമിയ എത്രയാണോ എടുക്കുന്നത് അതിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം എടുക്കണം കേട്ടോ. കാരണം ആ സേമിയ ഒട്ടിപ്പിടിക്കാതെ നല്ല പോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ സേമിയ നല്ലപോലെ വെന്ത് കിട്ടും. വെന്തതിന് ശേഷം തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർക്കാം. നമ്മളിതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2-3 തണ്ട് കറിവേപ്പില അരിഞ്ഞത് ചേർക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിനുള്ള മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്നാക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുളക് പൊടി ചേർത്തിട്ടുള്ളത്. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്താലേ നമുക്കിതിലേക്ക് എത്രത്തോളം പൗഡേഴ്സ് ചേർക്കണം എന്നുള്ളത് അറിയുള്ളൂ. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് കടലമാവും 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുകയാണ്. കോൺഫ്ലോറിന് പകരം അരിപ്പൊടി എടുത്താലും മതി കേട്ടോ. നമ്മുടെ സ്നാക്കിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ആ ഒരു സേമിയ ചെറിയൊരു നനവും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കോഴിമുട്ട നമ്മൾ ചേർത്തല്ലോ. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എണ്ണയിലേക്ക് നുള്ളി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വേവിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, നമ്മുടെ ഈ ഒരു പക്കവട നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്